ഒരു ഇതിഹാസത്തെ പോലെ ബോക്സ് ചെയ്യാൻ നിങ്ങൾ ടൈസൺ ശൈലി പഠിക്കേണ്ടതില്ല. സത്യത്തിൽ അത് നിങ്ങളുടെ കരിയറിന് ദോഷം ചെയ്തേക്കാം. കാരണം ആ ശൈലി നിങ്ങളുടേതല്ല. നിങ്ങൾ മൈക്ക് ടൈസനെ പോലെ ഒരു ബോക്സറാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അതിനുള്ള ഒരേ ഒരു വഴി മൈക്ക് ടൈസനെ പോലെ ആകാനുള്ള ശ്രമം അവസാനിപ്പിക്കുക എന്നതാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രസ്താവന ആയിരിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? കാരണം ആ ശൈലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. ഓരോ ബോക്സറുടെയും ശൈലി അവരുടെ ശരീരത്തിൻ്റെയും കഴിവുകളുടെയും പ്രതിഫലനമാണ്. പീക്കാബു ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായി ഒരു ശൈലി എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പീക്കാബു ശൈലിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് അതിനെ അതുപോലെ അനുകരിക്കാനല്ല, മറിച്ച് അതിൻ്റെ രഹസ്യം കണ്ടെത്തി ആ അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്കായി ഒരു പുതിയ ശൈലി എങ്ങനെ രൂപപ്പെടുത്താം എന്ന് പഠിക്കാനാണ്. എന്താണ് ആ രഹസ്യം? അത് വേഗതയും ആക്രമണോത്സുകതയും ഒഴുക്കുള്ള ചലനങ്ങളും അടങ്ങിയ ചില അടിസ്ഥാന തത്വങ്ങളാണ്. ഈ തത്വങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ ഒരു ശൈലി നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു സാധാരണ ബോക്സറല്ല, ഒരു പോരാളിയാണ്. ഒരു അദൃശ്യനായ പോരാളിയായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പീക്കാബുവിൻ്റെ 3 രഹസ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പീക്കാബു ശൈലി വെറുമൊരു ടെക്നിക്കല്ല, അതൊരു ബോക്സിംഗ് തത്വശാസ്ത്രമാണ്. ഈ ശൈലിയുടെ ശക്തി അതിൻ്റെ 3 അടിസ്ഥാന ഘടകങ്ങളിലാണ് നിലകൊള്ളുന്നത്. 3 രഹസ്യങ്ങൾ. ഈ 3 രഹസ്യങ്ങളാണ് ടൈസനെ പോലെയുള്ള ഒരാൾക്ക് ഭീകരമായ പഞ്ചുകളും ഒപ്പം ഒരു നിഴൽ പോലെ ചലിക്കാനുള്ള കഴിവുകളും നൽകിയത്. പീക്കാബുവിൽ കൈകൾ മുഖത്തോട് ചേർത്ത് പിടിക്കുന്നത് കേവലം പ്രതിരോധിക്കാൻ മാത്രമല്ല, മറിച്ച് അടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ആണ്. പഞ്ച് ഒഴിവാക്കുമ്പോൾ തന്നെ എതിരാളിയുടെ തലയ്ക്ക് നേരെ ഒരു ഹുക്ക് എറിയാനുള്ള ദൂരം നിങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ പഠിക്കേണ്ട 1ാമത്തെ തത്വം പ്രതിരോധം ഒരു ആക്രമണത്തിൻ്റെ തുടക്കമാണ് എന്ന ചിന്തയാണ്. ഇത് ഏത് ശൈലിയിലും ഉപയോഗിക്കാം. നിങ്ങൾ ഉയരം കൂടിയ ഒരു ബോക്സർ ആണെങ്കിൽ പോലും ഈ രഹസ്യം നിങ്ങളുടെ ജാബ് കൂടുതൽ അപകടകരമാക്കും. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ശൈലിയിൽ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന്. ഓരോ ഡിഫൻസ് പൊസിഷനും ആക്രമണത്തിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവസരങ്ങൾക്കായി കാത്തിരിക്കുകയല്ല, എതിരാളിയുടെ ഓരോ ആക്രമണവും നിങ്ങളുടെ അവസരങ്ങളായി മാറ്റുകയാണ് വേണ്ടത്. പീക്കാബുവിൻ്റെ 2ാമത്തെ രഹസ്യം ഫ്ലോ ഓഫ് മൂവ്മെൻറ്റ്. മൈക്ക് ടൈസൺ റിങ്ങിൽ ഒരു നർത്തകനെ പോലെയാണ് ചലിച്ചത്. കാലുകളും ശരീരവും തലയും ഒരുമിച്ച് പ്രവർത്തിച്ച് എതിരാളിയുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായിക്കൊണ്ടേയിരുന്നു. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട തത്വം നിങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതാണ്. നിങ്ങളുടെ എതിരാളിക്ക് നിങ്ങളെ ഒരു സ്ഥലത്ത് ലക്ഷ്യമിടാൻ സമയം കൊടുക്കരുത്. അവരുടെ ലക്ഷ്യങ്ങളെ പൊളിച്ചുകൊണ്ടേയിരിക്കുക ചലനങ്ങളിലൂടെ. ഈ ചലനങ്ങളുടെ ഒഴുക്ക് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ സ്വന്തം ശൈലിയിൽ നിന്ന് പോലും ശക്തമായ കോമ്പിനേഷനുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പീക്കാബു ശൈലിയുടെ വേഗതയ്ക്ക് പിന്നിൽ ഉള്ള 3ാമത്തെ രഹസ്യമാണ് അചഞ്ചലമായ മാനസികാവസ്ഥ. ഭയമില്ലാതെ എതിരാളിയുടെ അടുത്തേക്ക് കയറി ചെന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ബോക്സിങ്ങിലെ റിങ്ങിലെ എല്ലാവരും കൈവരിക്കേണ്ട മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ ശൈലി എന്താണെങ്കിലും പോരാളിയുടെ മനസ്സ് എന്ന തത്വം അതിൻ്റെ അടിത്തറയാക്കണം. എതിരാളിയുടെ കരുത്തിനെപ്പറ്റി ചിന്തിക്കാതെ ലക്ഷ്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി, നിങ്ങളുടെ കരുത്തിനെപ്പറ്റി ചെറിയ ഒരു സംശയം പോലും ഉണ്ടാവാൻ പാടില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സ്വന്തം ലക്ഷ്യം കണ്ടെത്തുവാനുള്ള മാനസികാവസ്ഥ, അതാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം. ഈ 3 രഹസ്യങ്ങളും നിങ്ങളിലേക്ക് ആവാഹിച്ച് നിങ്ങളുടെ പ്രത്യേകമായ സ്കില്ലുകൾ കണ്ടെത്തി റിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ ഒരു ഇതിഹാസം ആവുന്നതും നിങ്ങളുടെ പേരിലുള്ള മറ്റൊരു പീക്കാബു സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇനി പീക്കാബു ശൈലി നമുക്കൊന്ന് പരിശീലിച്ചാലോ? തല മാത്രം ഇടത്തോട്ടും വലത്തോട്ടും വേഗത്തിൽ ചലിപ്പിക്കുക. ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് ഏതൊരു പഞ്ചിനെയും സ്വതസിദ്ധമായി ഒഴിവാക്കാനുള്ള കഴിവ് ആണ്. നിങ്ങളുടെ എല്ലാ നീക്കങ്ങൾക്കും വേഗത നൽകും. എതിരാളിയുടെ ആക്രമണം വരാൻ സാധ്യതയുള്ള ലൈനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ റിഫ്ലക്സോടെ ഒഴിഞ്ഞു മാറുവാൻ നിങ്ങളെ ഇത് പ്രാപ്തനാക്കും. ഇനി തലയ്ക്കൊപ്പം ശരീരം കൂടി ഉപയോഗിക്കുക. ബോബ് ആൻഡ് വീവ് എന്ന ചലനം. നിങ്ങളുടെ ശരീരം ഒഴുക്കോടെ ഇങ്ങനെ നീങ്ങുമ്പോൾ എതിരാളിക്ക് നിങ്ങളെ ലക്ഷ്യമിടാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ ശൈലിക്ക് അപ്രവചനീയത നൽകും. ഇനി അതിനോടൊപ്പം കാലുകളും ഉപയോഗിക്കുക. തലയുടെയും ശരീരത്തിൻ്റെയും ചലനങ്ങൾക്കൊപ്പം മുന്നോട്ടും പിന്നോട്ടും വേഗത്തിൽ ചലിക്കാൻ പഠിക്കുന്നു. ഈ ചലനം എതിരാളിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും.
നിങ്ങൾ എപ്പോഴും എതിരാളിയുടെ മുന്നിൽ ഉണ്ടാകും, എന്നാൽ ഒരിക്കലും അവരുടെ പരിധിയിൽ വരികയുമില്ല. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് പീക്കാബുവിൻ്റെ ആ രഹസ്യം മനസ്സിലാകും. ഇത് ഒരു ചലനമല്ല, മറിച്ച് ആക്രമണവും പ്രതിരോധവും ഒറ്റ നീക്കത്തിൽ ചെയ്യുന്ന ടൈസനെ ദി ബാഡസ്റ്റ് മാൻ ഓൺ ദ പ്ലാനറ്റ് ആക്കിയ രഹസ്യമാണ്. അത് നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്കും അദൃശ്യനായ ഒരു പോരാളിയായി മാറാം. നമ്മളിന്ന് മൈക്ക് ടൈസനെ ഒരു ഇതിഹാസമാക്കിയ പീക്കാബു ശൈലിയുടെ രഹസ്യം മനസ്സിലാക്കി. അത് അദ്ദേഹത്തിൻ്റെ തനത് കഴിവുകളും പരിശീലനവും ചേർന്നപ്പോൾ ഉണ്ടായ ഒരു മാന്ത്രിക ശൈലിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ അതേപടി അനുകരിക്കാനല്ല, മറിച്ച് അതിലെ തത്വങ്ങൾ മനസ്സിലാക്കാനാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉയരം, വേഗത, ശക്തി എന്നിവ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉയരം കൂടിയ ബോക്സറുടെ നീളമുള്ള കൈകളാണോ, അതോ ഒരു ഷോർട്ട് ബോക്സറുടെ അതിവേഗമുള്ള പഞ്ചുകളാണോ നിങ്ങളുടെ ശക്തി? നിങ്ങളുടെ സവിശേഷതകളെ തിരിച്ചറിഞ്ഞ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച തത്വങ്ങൾ അതിൽ ചേർത്ത് സ്വന്തമായി ഒരു ശൈലി ഉണ്ടാക്കുക. മറ്റൊരാളുടെ പാത പിന്തുടരരുത്, കാരണം ഇത് ഓരോ ഇതിഹാസവും സ്വന്തമായി ഒരു വഴിവെട്ടി തുറന്നവരാണ്. മുഹമ്മദ് അലിക്ക് ഫ്ലോട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിങ് ലൈക്ക് എ ബീ എന്ന തൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ടൈസനാകട്ടെ സ്വന്തം ശരീരത്തിന് അനുയോജ്യമായ പീക്കാബു കണ്ടെത്തി. നിങ്ങളും നിങ്ങളായി തന്നെ ബോക്സ് ചെയ്യുക. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ വ്യക്തിത്വമാണ്. ഓർക്കുക, നിങ്ങളുടെ ശൈലി നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താനുള്ള യാത്ര ഇതാ തുടങ്ങുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.